വള്ളലാർ രാമലിംഗസ്വാമികളുടെ അരുൾപ്പെരും ജ്യോതിയിലെ അടുത്ത അകവലിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ജാഗ്രതതീത തനിവെളിയായി നിറൈവ് ആക്കിയ ചിത്സഭൈ അരുൾപ്പെരും ജ്യോതി. ജാഗ്രതതീതമായ അവസ്ഥ അത് തനിവെളിയാണ്, ചിതാകാശമാണ്. അവിടെ ചിത്സഭയിൽ നിൽക്കുന്ന അരുൾപ്പെരും ജ്യോതി. അപ്പോൾ അരുൾപ്പെരും ജ്യോതി ഏത് ചിത്സഭയിലാണ് വിളങ്ങുന്നത്? ജാഗ്രതതീത തനിവെളിയിലാണ്. ജാഗ്രത്തിനും അതീതമായ തലത്തിൽ ചിത്സഭയിൽ വിളങ്ങുന്ന അരുൾപ്പെരും ജ്യോതി. അപ്പോൾ ജാഗ്രത അവസ്ഥയിലും ഈ അരുൾപ്പെരും ജ്യോതിയെ നമുക്ക് ദർശിക്കാൻ കഴിയും. അതായത് സാധാരണ വ്യക്തിക്ക് ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, തുരീയം എന്നീ തലങ്ങളുണ്ട്. നാം ഇത് കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അപ്പോൾ ഈ ജാഗ്രത അവസ്ഥ, അതായത് ഉണർന്നിരിക്കുന്ന ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ, ഈ ഉണർന്നിരിക്കുന്ന ഇപ്പോഴത്തെ ലൗകികമായ ജീവിതത്തിൽ മുങ്ങിക്കഴിയുന്ന ആ ജാഗ്രത അവസ്ഥയ്ക്കും അതീതമായ തലത്തിൽ, അതായത് ജാഗ്രത അവസ്ഥ പൂർണ്ണമായി വികാസം പ്രാപിക്കുമ്പോൾ, ഉണർവിൻ്റെ അവസ്ഥയെ പ്രാപിക്കുമ്പോൾ, ഉണർവിൻ്റെ പരിപൂർണതയിൽ എത്തിച്ചേരുമ്പോൾ അവിടെ അരുൾപ്പെരും ജ്യോതി, ചിത്സഭയിൽ അരുൾപ്പെരും ജ്യോതി പ്രകാശിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ജാഗ്രത അവസ്ഥയിലും ഈ അരുൾപ്പെരും ജ്യോതി നമ്മിൽ പ്രകാശിച്ച് നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിന് ജാഗ്രത അവസ്ഥയെക്കുറിച്ചിട്ട് നാം നേരത്തെ പഠിച്ചതാണ്. നമുക്കതൊന്നുകൂടി ആവർത്തിക്കേണ്ടിയിരിക്കുന്നു. ശൈവ സിദ്ധാന്തത്തിൽ ജാഗ്രത അവസ്ഥയ്ക്ക് 4 തലങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഒന്നാമത്തേത് ജാഗ്രം. സകല ദൃശ്യപദാർത്ഥങ്ങളിലും എൻ്റേത് എന്ന അഭിമാനത്തോടു കൂടിയിരിക്കുന്ന ഒരവസ്ഥ. അതായത് അഹം എന്ന ഭാവം, ഞാൻ എന്ന ഭാവം, വ്യക്തിയഹം നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. പിന്നെ ജാഗ്രത് സ്വപ്നത്തിലും ഈ എങ്കൽ ദൃശ്യം പരമ്പരയെ അറിഞ്ഞ്, നാമരൂപങ്ങളെ അറിഞ്ഞ് കാണുന്ന ഒരവസ്ഥയാണ് ജാഗ്രത് സ്വപ്നം. ഇനി ജാഗ്രത് സുഷുപ്തി, പരിപൂർണ ചിതാഭാസ സ്വരൂപിയായ എങ്കൽ ബോധസ്വരൂപത്തിന് അന്യമായി വേറെ ഒന്നുമില്ലെന്നുള്ള നിശ്ചയം. അതായത് ഇവിടെ പരിപൂർണ ചിദാനന്ദ സ്വരൂപിയായ ഞാനെന്ന ബോധം വികസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ജാഗ്രത് സുഷുപ്തിയിൽ ഈ അവസ്ഥ ചിദാനന്ദ സ്വരൂപമായ, ചിദാഭാസ സ്വരൂപിയായ എങ്കിൽ ബോധസ്വരൂപം തെളിഞ്ഞു നിൽക്കുന്നൊരവസ്ഥ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 4ാമത്തെ ഏറ്റവും ഉന്നതമായ അവസ്ഥ, ജാഗ്രത് തുരീയം. അതാണ് വളരെ സ്വാമികൾ ഇവിടെ പറയുന്നത്. ജാഗ്രത് തുരീയമാണ് ജാഗ്രത അതീതാവസ്ഥ. സ്ഥൂലം, ആഭാസം, കാരണം, ഈ 3 കാരണങ്ങൾ നശിക്കാതെ ഇരുന്നാലും അവകൾ അസത്യമെന്നറിയുക. അപ്പോൾ സ്ഥൂല കാരണവും ആഭാസ കാരണവും കാരണവും ജാഗ്രത അവസ്ഥയിൽ ഉണ്ടാകും. പക്ഷേ അവ അസത്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ ഈ ജാഗ്രത അവസ്ഥയിലെ മായ അസത്യമാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം, അതാണ് ജാഗ്രത് തുരീയം. ഈ ജാഗ്രത് തുരീയത്തിലാണ് പ്രകാശ ഒളി നമുക്ക് കാണാൻ കഴിയുക. ജാഗ്രത് തുരീയത്തിൽ അരുൾപ്പെരും ജ്യോതിയെ നമുക്ക് ദർശിക്കാൻ കഴിയും. അപ്പോൾ ജാഗ്രത് തുരീയത്തിൽ ഉണ്ടാകുന്ന ചിത്സഭയിലെ അരുൾപ്പെരും ജ്യോതിയെയാണ് വള്ളലാർ സ്വാമികൾ ഇവിടെ വിവരിക്കുന്നത്. അത് ശുദ്ധ ശിവ ജാഗ്രതാവസ്ഥയാണ്.
ശുദ്ധ ശിവ ജാഗ്രതാവസ്ഥയാണ് ഈ ജാഗ്രത് തുരീയം എന്ന അവസ്ഥ. ഇത് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ശൈവ സിദ്ധാന്തത്തിലേക്ക് കിടക്കണം. ശൈവ സിദ്ധാന്തത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ ചില ധാരണകളുണ്ട്. അതായത് ജാഗ്രത അവസ്ഥയിൽ കുടികൊള്ളുന്ന മലത്തിന് 32 രൂപങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതിൽ 3 എണ്ണമാണ് പ്രധാനം. 1 വിജ്ഞാനകലൻ, 2 പ്രളയകലൻ, 3 സകലൻ. അതിലേറ്റവും അധസ്ഥിതിയിലുള്ളതാണ് സകലൻ. നമുക്കത് ഓരോന്നോരോന്നായിട്ട് നോക്കാം. മായയിൽ നിന്നും കർമ്മത്തിൽ നിന്നും സ്വതന്ത്രമാണ് വിജ്ഞാനകലൻ. അപ്പോൾ വിജ്ഞാനകലൻ എന്ന് പറയുന്നത് ജാഗ്രത് സുഷുപ്തിയാണ്. ജാഗ്രത് സുഷുപ്തി. ആണവം എന്ന ഒരൊറ്റ മലമേ ഇതിലുള്ളൂ. സമാപ്ത കലുഷൻ എന്നും അസമാപ്ത കലുഷൻ എന്നും വിജ്ഞാനകലന് 2 അവസ്ഥകളുണ്ട്. മലം പക്വമായ പശു സമാപ്ത കലുഷനും പക്വമാകാത്ത പശു അസമാപ്ത കലുഷനുമാണ്. വിജ്ഞാനകലന് താഴെയാണ് പ്രളയകലൻ. ആണവ സംബന്ധിയും കർമ്മസംബന്ധിയുമായ മലങ്ങൾ നിറഞ്ഞതാണ് പ്രളയകലൻ. ഈ മാലിന്യങ്ങൾ അവയെ പുനർജന്മത്തിന് വിധേയമാക്കുന്നു. ഏറ്റവും താഴെ പടിയിലാണ് സകലൻ. അതായത് 3 മലങ്ങളും നിറഞ്ഞ താണ് സകലൻ. അപ്പോൾ സകലൻ, അത് കഴിഞ്ഞിട്ട് പ്രളയകലൻ, അത് കഴിഞ്ഞിട്ട് വിജ്ഞാനകലൻ. ഈ വിജ്ഞാനകലനാണ് ജാഗ്രത സുഷുപ്തി. ഇതും കടന്ന് ജാഗ്രത സുഷുപ്തിയും കടന്ന് ജാഗ്രതതീത അവസ്ഥ, അതായത് ജാഗ്രത് ശിവജ്ഞാന ബോധത്തിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥ, അത് സത്യത്തിൽ ജാഗ്രത് തുരീയമാണ്. ഈ ജാഗ്രത് തുരീയത്തിൽ ഞാനെന്ന ബോധമുണ്ടെങ്കിലും ഈ കാണുന്നതത്രയും മായയാണ് എന്നുള്ള തിരിച്ചറിവ് ജാഗ്രത് അതീതത്തിൽ ഉണ്ടാകുന്നു. അത് ശിവജ്ഞാന ബോധം തന്നെയാണ്. ആ ശിവജ്ഞാന ബോധം, അതായത് ശുദ്ധ ശിവ ജാഗ്രതാവസ്ഥ എന്നാണ് അതിനെ പറയുക. ഈ ജാഗ്രത് തുരീയ തലത്തെ ശൈവ സിദ്ധാന്തത്തിൽ വിളിക്കുന്നത് ശുദ്ധ ശിവ ജാഗ്രത് അവസ്ഥ എന്നാണ്. ഈ ശുദ്ധ ശിവ ജാഗ്രത അവസ്ഥയിൽ ഈ അരുൾപ്പെരും ജ്യോതി ചിദാകാശത്തിൽ പ്രകാശിച്ചു നിൽക്കുന്നു. ഇതാണ് ഇവിടെ വള്ളലാർ സ്വാമികൾ ഈ ജാഗ്രതതീത അവസ്ഥയെപ്പറ്റി പറയുന്നത്. ജാഗ്രതതീത തനിവെളിയായി നിറയവും ആക്കിയ ചിത്സഭൈ അരുൾ പെരും ജ്യോതി. ഇതിൻ്റെ മൂലം ശരിക്കും പറഞ്ഞാൽ അത് തിരുമൂലരുടെ തിരുമന്ത്രത്തിലാണ്. അതിൽ ഈ ജാഗ്രത അവസ്ഥയെ ത്രിജീവനായിട്ടാണ് സങ്കല്പിക്കുന്നത്. മൂവൈക ശിവവർക്കം എന്നാണ് ആ കാണ്ഡത്തിൻ്റെ പേര്. അതായത് 2ാം തന്ത്രത്തിലുള്ള ഒരു കാണ്ഡമാണ് ത്രിവർഗജീവൻ. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം കൂടെ നമുക്ക് നോക്കാം. ശക്തിശിവൻ്റെ തിരുനടനമാണ് ലോകജീവന്മാരെ സൂക്ഷ്മരൂപത്തിലാക്കി വിദ്യാവിദ്യമായാർന്ന സ്ഥൂല ശരീരങ്ങളിൽ ചേർത്ത് വച്ച് പിൻപ് ശുദ്ധജ്ഞാനവിദ്യയടങ്ങിയ തുരീയാവസ്ഥ പ്രാപിക്കും വിധം അവരെ തന്നെ ചിത്തത്തിൽ ജ്യോതിരൂപത്തിൽ പ്രകാശിച്ചെന്ന് അവരെ ശിവബ്രഹ്മത്തിലെത്തിക്കുന്നത്. കണ്ടോ, ഇവിടെ ഈ പാടലിൻ്റെ ഈ മന്ത്രത്തിൻ്റെ അതേ വ്യാഖ്യാനമാണ് വള്ളലാർ സ്വാമികൾ ഇവിടെ പറഞ്ഞത്. ശുദ്ധ ജാഗ്രതതീതാവസ്ഥ എന്ന് പറയുന്നതാണ്. അതായത് ശക്തിശിവൻ്റെ തിരുനടനമാണ് ലോകജീവന്മാരെ സൂക്ഷ്മരൂപത്തിലാക്കി വിദ്യ അവിദ്യ മായ ഇതെല്ലാം സ്ഥൂല ശരീരത്തിൽ ചേർത്ത് വെച്ച് അതിനുശേഷം ഇവയെല്ലാം ശുദ്ധീകരിച്ച് ശുദ്ധജ്ഞാന വിദ്യയാക്കി തുരീയ അവസ്ഥയിലേക്ക് ഈ ജാഗ്രത അവസ്ഥയെ എത്തിക്കുന്നു. അതാണ് ജാഗ്രത് തുരീയം എന്ന് പറയുന്നത്. ഇനി
തിരുമൂലദേവൻ വിവരിക്കുന്നത് ഇഹജീവിതത്തിൽ സ്ഥിതചിത്തരായിത്തീർന്ന വിജ്ഞാന ജീവന്മാർ അവരുടെ രണ്ടാം ജന്മത്തിൽ മുക്തിയെ നിലയെ പ്രാപിക്കുന്നവരാണ്. രണ്ടാം ജന്മത്തിൽ പ്രളയകലൻ ഇരുമലബദ്ധരായ വിജ്ഞാന ജീവന്മാരായ 800 രൂപപദം ചേരുന്നവരാണ്. ഇവ രണ്ടുമല്ലാത്ത കാമക്രോധാദി മായാമറ മുഴുവനും വിട്ടു നീങ്ങാത്ത മറ്റു സകലന്മാർ മുമ്മലം നിറഞ്ഞവരാണ്. അപ്പോൾ സകലനാണ് ഇതിലേറ്റവും അധസ്ഥിതനായ ജാഗ്രതാവസ്ഥയിലുള്ളവർ. പിന്നെ അത് കഴിഞ്ഞാൽ പ്രളയകലൻ ഇതിലും ഉയർന്ന തലമാണ്. ഏറ്റവും ഉയർന്ന തലം വിജ്ഞാനകലനാണ്. അതാണ് ജാഗ്രത് സുഷുപ്തി. പിന്നെ ജാഗ്രത് സുഷുപ്തിയും കഴിഞ്ഞ് ഏറ്റവും ഉന്നതമായ തലം ജാഗ്രത് തുരീയമാണ്. ഈ ജാഗ്രത് തുരീയത്തിലാണ്, അതായത് ജാഗ്രത് അതീതാവസ്ഥ, ഇവിടെയാണ് ചിത്സഭയിലെ ഈ പ്രകാശം, അരുൾപ്പെരും ജ്യോതി നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും ശൈവ സിദ്ധാന്തത്തിൻ്റെയും തിരുമൂലദേവൻ്റെ തിരുമന്ത്രത്തിൻ്റെയും ആ രത്ന ചുരുക്കമാണ് ഈ ഒരൊറ്റ വരിയിൽ തന്നെ വളരെ ഒതുക്കിയിരിക്കുന്നത്. നോക്കൂ, ജാഗ്രതതീത തനിവെളിയായി നിറയുവ്. ജാഗ്രതതീതമായ തനിവെളിയായി നിൽക്കുന്ന ഈ അവസ്ഥയിലാണ് അരുൾപ്പെരും ജ്യോതി പ്രകാശിക്കുന്നത്. അപ്പോൾ തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 2ാം തന്ത്രത്തിലെ ആ 3 ജീവന്മാരെക്കുറിച്ച്, അതേപോലെ ശൈവ സിദ്ധാന്തത്തിലെ ആ 3 ജീവന്മാരെക്കുറിച്ച് എല്ലാം തന്നെ ഇവിടെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും. അപ്പോൾ വള്ളലാർ സ്വാമികൾ ഇവിടെ പറയുന്നത് ശൈവ സിദ്ധാന്തത്തിൻ്റെ അകത്തളങ്ങളിലെ ദിവ്യമായ നിഗൂഢതകളാണ്. ജാഗ്രത് അതീതമായ തുരീയ തലം, ജാഗ്രത് തുരീയം എന്ന അവസ്ഥ. ഈ അവസ്ഥയിൽ എത്തി നിൽക്കുന്നവർക്ക് അരുൾപ്പെരും ജ്യോതിയെ സാക്ഷാത്കരിക്കാൻ കഴിയും. അപ്പോൾ ഈ നിലയിലേക്ക് നാം സാധനയിലൂടെ ഉയരണമെന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. അതായത് നമ്മുടെ സാധന അരുൾപ്പെരും ജ്യോതി തനിപ്പെരും കരുണയെ അരുൾപ്പെരും ജ്യോതി എന്നുള്ളത് ഭ്രൂമത്യത്തിലെ ഈ ചിതാകാശ ചിത്സഭയിലെ പ്രകാശധാരയെ നിരന്തരം ധ്യാനിക്കുമ്പോൾ നാം ഈ ജാഗ്രത അവസ്ഥയുടെ ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്നവരായിരിക്കും ആദ്യം. അത് സകലൻ എന്ന അവസ്ഥയാണ്. ഈ സകലൻ എന്ന അവസ്ഥയിൽ നിന്ന് ധ്യാനത്തിലൂടെ നാം പ്രളയകലാവസ്ഥയിലേക്ക് മാറുന്നു. പിന്നെ അവിടെ നിന്ന് വിജ്ഞാനകലൻ എന്ന അവസ്ഥയിലേക്ക് മാറുന്നു. വിജ്ഞാനകാലനും കടന്ന് ജാഗ്രത് തുരീയം എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ ഈ ഭ്രൂമധ്യത്തിലെ അരുൾപ്പെരും ജ്യോതി പൂർണ്ണ ശോഭയോടെ 16 കലകളോടുകൂടി പൂർണ്ണമായി വികാസം പ്രാപിച്ച് പ്രശോഭിക്കുന്ന ആ അനുഭൂതി സാധകനുണ്ടാകും. അപ്പോൾ ഭ്രൂമധ്യത്തിലെ ഈ അരുൾപ്പെരും ജ്യോതിയെ എപ്പോൾ കാണാൻ കഴിയും? അതായത് ജാഗ്രത് തുരീയ അവസ്ഥയിൽ നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയും. അതിന് എന്ത് വേണം? പ്രളയകലനിൽ നിന്ന് ആദ്യം സകലനിൽ നിന്ന് പ്രളയകലനിലേക്ക് പോകണം. പിന്നെ പ്രളയകലനിൽ നിന്ന് വിജ്ഞാനകലനിലേക്ക് പോകണം. പിന്നെ ഈ തുരീയ തലത്തിലേക്ക്, ജാഗ്രത് തുരീയ തലത്തിലേക്ക് കടന്നു ചെല്ലണം. അപ്പോൾ സാധനയുടെ പടിപടിയായുള്ള വികാസ പരിണാമത്തിൻ്റെ ഏറ്റവും ഉന്നതമായ തലമാണ് ഈ ജാഗ്രത് തുരീയം എന്ന് പറയുന്ന തലം. ആ ജാഗ്രത നമുക്ക് ഉണർന്നിരിക്കുമ്പോൾ തന്നെ ഈ അവസ്ഥയെ പ്രാപിക്കാൻ കഴിയും. ഇതിനെയാണ് ശ്രീ രമണ മഹർഷി ഉള്ളത് 40-ലെ ഉണർവ് എന്ന് പറയുന്നത് ഈ ജാഗ്രത് തുരീയത്തെയാണ്. ആ കാവ്യം അവസാനിക്കുന്നത് ഉണർവിൽ തന്നെയാണ്. അപ്പോൾ ഉണർന്നിരിക്കുന്ന ഉണർവിൻ്റെ അവസ്ഥ, അതാണ് ജാഗ്രത് തുരീയം. ഉണർവ് അതിലാണ്, ഈ ജാഗ്രത് തുരീയത്തിലാണ് അരുൾപ്പെരും ജ്യോതി നിത്യമായി ഭ്രൂമത്യത്തിൽ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് നമ്മെ ശിവതേജസ്സാക്കി മാറ്റുന്നത്, ശിവനാക്കി മാറ്റുന്നത്. ഓം ശിവായ നമഃ.